പ്രഭാത വന്ദനങ്ങൾ. സങ്കീർത്തനങ്ങൾ 71:8 സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു: എൻ്റെ വായ് നിന്റെ സ്തുതി കൊണ്ടും ഇടവിടാതെ നിന്റെ പ്രശംസ കൊണ്ടും നിറഞ്ഞിരിക്കുന്നു. വീണ്ടും 14 പറയുന്നു: ഞാനോ എപ്പോഴും പ്രത്യാശിക്കും, ഞാൻ മേൽക്കുമേൽ നിന്നെ സ്തുതിക്കും. എപ്പോഴും സ്തുതിച്ചുകൊണ്ടിരിക്കുക, എപ്പോഴും ആരാധിച്ചുകൊണ്ടിരിക്കുക. ദൈവം നമ്മളെക്കുറിച്ച് ഇത് ആഗ്രഹിക്കുന്നു. ഇവിടെ സങ്കീർത്തനക്കാരൻ ഇത് പറയുമ്പോഴും ഈ 8 മുകളിലത്തെ ഒരു വചനം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ 4-ാമത്തെ വചനം: എൻ്റെ ദൈവമേ, ദുഷ്ടൻ്റെ കയ്യിൽ നിന്നും നീതികേടും ക്രൂരതയും ഉള്ളവൻ്റെ കയ്യിൽ നിന്നും എന്നെ വിടുവിക്കണമേ. അതായത് ഈ സങ്കീർത്തനക്കാരൻ കടന്നു പോകുന്ന അവസ്ഥ അത്ര നല്ല ഒരു അവസ്ഥയിലൂടെ അല്ല, ഒത്തിരി പ്രശ്നങ്ങളിലൂടെയാണ് പോകുന്നത്. നമ്മൾ സങ്കീർത്തനങ്ങളെല്ലാം കാണുമ്പോൾ നമുക്കറിയാം. പക്ഷെ എന്നാലും അതേ സങ്കീർത്തനക്കാരൻ 2 ലൈൻ കഴിഞ്ഞ് വീണ്ടും പറയുകയാണ്: ഞാൻ എപ്പോഴും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. ഇതാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ലൈഫ് നല്ലതായിരിക്കുമ്പോഴും നമ്മുടെ ലൈഫ് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കുമ്പോഴും നമ്മുടെ സാഹചര്യങ്ങൾ ഒരിക്കലും നമ്മുടെ ദൈവത്തെ ആരാധിക്കുന്നതിന് തടസ്സമായിട്ട് നിൽക്കുവാൻ പാടില്ല. എപ്പോഴും ദൈവത്തെ സ്തുതിക്കുക, എപ്പോഴും ദൈവത്തെ ആരാധിക്കുക. അവൻ ചെയ്ത നന്മകളെ ഓരോ സമയത്തും ഓർത്തുകൊണ്ടിരിക്കുക. നമുക്കതുകൊണ്ട് ഇന്നു മുതൽ നമ്മുടെ ജീവിത രീതിയായി മാറട്ടെ ആരാധനയും സ്തുതിയും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സാഹചര്യങ്ങൾക്കനുസരിച്ചല്ലാതെ എപ്പോഴും അങ്ങയെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും, ഇടവിടാതെ ആരാധിക്കുവാനും സ്തുതിക്കുവാനുമുള്ള കൃപ അങ്ങ് ഞങ്ങൾക്ക് തരണം. എപ്പോഴും അങ്ങയെ സ്തുതിക്കുവാൻ, പാടി ആരാധിക്കുവാൻ ഉള്ള കൃപ. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നപ്പാ. അങ്ങ് ഞങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നവയെല്ലാം ചെയ്യുവാനായിട്ട് കർത്താവെ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു. എല്ലാ മാനവും മഹത്വവും എൻ്റെ യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ.